Making a shower. It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree, and grandfather and I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. അതൊരു വലിയ മഴയ്ക്ക് ശേഷമുള്ള ഒരു ഈവനിങ് ടൈം ആയിരുന്നു. ഗ്രാൻഡ് ഫാദർ ചന്ദന മരത്തിൻ്റെ താഴെ നിന്ന ജാസ്മിൻ ബുഷ് മുല്ലച്ചെടിയിൽ നിന്നും പൂക്കൾ പറിക്കുകയായിരുന്നു. ആ മരത്തിൻ്റെ ഇലകൾ മുഴുവൻ മഴത്തുള്ളികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ ആ മരം കുലുക്കിയ എനിക്കും ഗ്രാൻഡ് ഫാദറിനും നല്ലൊരു മഴ ലഭിക്കും. എനിക്ക് മഴയത്ത് കുളിക്കുന്നത് വളരെ ഇഷ്ടമാണ്, പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷെ അത് വളരെ ഒരു ഫണ്ണാണ്. So I quickly went near the sandalwood tree and shook it with all my stress. There was a heavy shower and both grandfather and I were soaked. I loved it, but grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me. So I ran. He ran after me. I ran fast, but he ran faster. He had almost catched me when he stumbled and fell. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. അതുകൊണ്ട് ഞാൻ പതുക്കെ അടുത്ത് ചെന്നിട്ട് ആ സാൻഡൽവുഡ് ട്രീയുടെ അടുത്ത് ചെന്നിട്ട് ആ മരം എൻ്റെ മുഴുവൻ ശക്തി എടുത്തും കുലുക്കി. അപ്പോൾ അവിടെ ഒരു ഹെവി ഷവർ തന്നെ ഉണ്ടായി, ഒരു വലിയ ഷവർ തന്നെ ഉണ്ടായി. ഞാനും ഗ്രാൻഡ് ഫാദറും രണ്ടുപേരും നന്നായിട്ട് നനഞ്ഞു. എനിക്കത് ഇഷ്ടമായി, പക്ഷേ അദ്ദേഹത്തിന് അതൊട്ടും തന്നെ ഇഷ്ടമായില്ല. അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞു, ഒരു വലിയ ആംഗ്രി ലുക്കോടുകൂടി എൻ്റെ നേരെ തിരിഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം എന്നെ പിടിച്ച് അടിക്കുമെന്ന്. അതുകൊണ്ട് പക്ഷെ അദ്ദേഹം എന്നെക്കാട്ടും വേഗത്തിലോടി. അദ്ദേഹം എന്നെ പിടിക്കാനായിട്ട് വന്നതും അദ്ദേഹം തെന്നി വീണു. ഞാൻ വേഗം ഓടി ഒരിടത്തേക്ക് എത്തി. പാഡി ഫീൽഡ്സ്, നെല്ലുപാടത്തിലേക്ക് ചെന്നിട്ട് അവിടെ ഞാൻ ഒളിച്ചിരുന്നു. ഞാൻ കേട്ടു ഗ്രാൻഡ് ഫാദർ ഒച്ചത്തി പറയുന്നുണ്ടായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ അദ്ദേഹം ഒരു പാഠം പഠിപ്പിക്കുമെന്ന്. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around and then ran towards home. എനിക്ക് ഗ്രാൻഡ് ഫാദറിനെ പേടിയായതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയില്ല. ഞാൻ ആ പാടത്ത് തന്നെ നിന്നു. അത് ഇരുട്ടാൻ തുടങ്ങിയിരുന്നു. എനിക്ക് ആ ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയായിരുന്നു. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ ഗോസ്റ്റ് സ്റ്റോറീസ്, പ്രേത കഥകളും ഞാൻ ഓർത്തു. ഞാൻ പെട്ടെന്ന് എണീച്ചിട്ട് വീട്ടിലോട്ട് ഓടി. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there, I would see grandfather sitting on the veranda saying his prayers. എനിക്ക് ഇപ്പോഴും ഗ്രാൻഡ് ഫാദറിൻ്റെ മുന്നിലോട്ട് ചെല്ലാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ ഉള്ളിലോട്ട് പോയില്ല. ഞാൻ ആ കൗഷഡിൽ ചെന്നു. തൊഴുത്തിൽ ചെന്നിട്ട് അവിടുത്തെ കൂരയിൽ ഒളിച്ചു. ഞാൻ അവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റി ഗ്രാൻഡ് ഫാദർ വരാന്തയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് ഷീ ലുക്ക് ഫോർ മീ എവ്രിവെയർ ഇൻ ദി ഹൗസ്. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He's heading somewhere. Grandmother എന്നെയും കാത്തിരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചു വരാത്തപ്പോൾ എന്ത് ചെയ്തു, ഗ്രാൻഡ് മദർ വീട് മുഴുവനും നോക്കി. ഗ്രാൻഡ് മദർ വിചാരിച്ചു ഞാൻ എവിടെ ഉണ്ടായിരുന്നു, ഗാർഡനിലുണ്ടായിരുന്നു എന്ന് കരുതി വെളിയിൽ വന്ന് ഉറക്കെ എന്നെ വിളിച്ചു. പക്ഷേ ഗ്രാൻഡ് മദറിന് ഒരു ആൻസറും കിട്ടിയില്ല. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്തു, ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എവിടെയാണ് അവൻ?
അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, അകത്തൊക്കെ ചെന്ന് നോക്ക്, അവൻ അവിടെ എവിടെയെങ്കിലും കാണും, അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും എന്ന് പറഞ്ഞു. "He is not in the house," grandmother said. "I looked for him everywhere." അവൻ ആ വീട്ടിലില്ല, ഞാൻ അവനെ എല്ലായിടവും തേടി. "Who do you like to play with at home?" ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് വീട്ടിൽ കളിക്കാൻ ഇഷ്ടം? ഗ്രാൻഡ് ഫാദർ നനഞ്ഞപ്പോൾ എന്തായിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റെ റിയാക്ഷൻ? He got angry and turned to Raja with an angry look. Why did Raja select the loft in the cowshed as his hiding place? എന്തുകൊണ്ടാണ് രാജ തൊഴുത്തിൻ്റെ മച്ചിൽ ഒളിക്കാനായിട്ട് തീരുമാനിച്ചത്? He was afraid to stay alone in the darkness. Therefore he selected the loft of cowshed and it is near to his house. By staying there he can see his family. അവന് ആ ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയായിരുന്നു, അതുകൊണ്ട് അവൻ ആ കൗഷഡിൻ്റെ ലോഫ്റ്റ് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ അത് അവൻ്റെ വീടിനടുത്തായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ അവന് അവൻ്റെ ഫാമിലി കുടുംബം കാണാമായിരുന്നു. ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വെറീഡ് വെൻ ഹി ന്യൂ ദാറ്റ് രാജ വാസ് മിസ്സിംഗ്. Pick out the sentences from the passage which convey this idea. രാജയെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ഗ്രാൻഡ് മദർ വളരെയധികം പേടിച്ചു. ഈ ഐഡിയയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകൾ സ്റ്റോറിയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. When I did not turn up, she looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden.